എറണാകുളം കാക്കനാട് വൻ തീപിടുത്തമുണ്ടായി. ഹ്യുണ്ടായി കാർ സർവീസ് സെന്ററിലാണ് തീപിടുത്തം. വലിയ രീതിയിൽ തീയും പുകയും ഒക്കെ ഉയരുന്നുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. അവിടേക്ക് ഫയർഫോഴ്സ് യൂണിറ്റ് ഒക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. സ്നേഹമോൾ നയനൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്നേഹ, എന്താണ് നിലവിലെ സാഹചര്യം? തീ നിയന്ത്രണ വിധേയമായോ? ആര്യ, നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ മുന്നെയാണ് ഇത്തരത്തിൽ ഹ്യുണ്ടായിയുടെ കാക്കനാടുള്ള കാർ സർവീസ് സെന്ററിൽ തീ പിടിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് നിലവിൽ തീ അണയ്ക്കുന്നത്. ഏകദേശം തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്നും അതുതന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഏതായാലും വലിയ രീതിയിൽ പുക ഉയരുന്നത് കാണാൻ സാധിക്കും. ഈ ഹ്യുണ്ടായിയുടെ കാർ സർവീസ് സെന്ററിലെ താഴത്തെ നിലയിൽ, അതായത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. നിരവധി ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. ആളപായമൊന്നുമില്ല എന്നതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. ആർക്കും പരിക്കൊന്നും ഏറ്റിട്ടൊന്നുമില്ല. വലിയ ഒരു തീപിടുത്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഈ തീപിടുത്തത്തിന് പിന്നിലെ കാരണം എന്നതിന് നിലവിൽ വ്യക്തത വന്നിട്ടില്ല. ഏതെങ്കിലും ഉപകരണങ്ങളിൽ തീ പടർന്നതാണോ അതോ ഷോർട്ട് സർക്യൂട്ട് ആവാം എന്നതിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 1 മണിക്കൂർ മുൻപാണ് തീപിടുത്തം ഉണ്ടായത്. തീ നിലവിൽ നിയന്ത്രണ വിധേയമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്കിപ്പോഴും പുകയൊക്കെ ഉയരുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീ അണച്ചിട്ടുണ്ട്. ആളുകൾക്ക് അപകടങ്ങളൊന്നുമില്ല, പക്ഷേ അല്ലാതെ നാശനഷ്ടങ്ങൾ ഇനി കണക്കെടുക്കുമ്പോഴേ അറിയാൻ കഴിയും. വലിയ തോതിൽ തീ ആളിപ്പടർന്നിരുന്നു, പക്ഷേ വേഗത്തിൽ തന്നെ തീ ഏറെക്കുറെ ശമിപ്പിക്കാൻ ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് കഴിഞ്ഞു. കാക്കനാട് ഹ്യുണ്ടായിയുടെ കാർ സർവീസ് സെന്ററിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. സ്നേഹമോൾ തുടരുന്നുണ്ട്. സ്നേഹ, കൂടുതൽ യൂണിറ്റുകളുടെ ആവശ്യമുണ്ടോ അതോ പൂർണ്ണമായും തീ അണച്ച നിലയാണോ? സ്നേഹ, ഇനി കൂടുതൽ യൂണിറ്റുകളുടെ ആവശ്യമുണ്ടോ അതോ പൂർണ്ണമായും തീ അണച്ചോ? വലിയ തോതിൽ നാശനഷ്ടമുണ്ടോ? വലിയ തോതിൽ നാശനഷ്ടമുണ്ടായി എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അല്പം മുൻപ് നമ്മൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിച്ചിരുന്നു. ഇനിയും യൂണിറ്റുകൾ വേണ്ടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, തീ ഏകദേശം നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് അവരുടെ പ്രതികരണവും. 3 യൂണിറ്റ് ഫയർഫോഴ്സാണ് നിലവിൽ സംഭവ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. വലിയ നാശനഷ്ടം തന്നെ ഉണ്ടായിട്ടുണ്ട്. കാർ സർവീസ് സെൻ്ററാണ്, നിരവധി ഉപകരണങ്ങളുണ്ട്. പക്ഷേ നിലവിൽ എന്താണ് ഈ തീ പടരുന്നതിന് പിന്നിലെ കാരണം എന്നത് വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഈ പരിസരം മുഴുവൻ പുകമയമായിരിക്കുകയാണ്. വലിയ രീതിയിൽ പുക പടർന്നതാണ് നമുക്ക് ഈ കാണാനായിട്ട് സാധിക്കുന്നത്. ഏകദേശം 1 മണിക്കൂർ മുൻപെയാണ് ഇത്തരത്തിൽ ഒരു തീപിടുത്തമുണ്ടായത്. ആളപായമില്ല, ആർക്കും പരിക്കേറ്റിട്ടുള്ള പൊള്ളലൊന്നും ഏറ്റിട്ടില്ല. ഇവിടെ ഉണ്ടായിരുന്ന ഈ പരിസരത്തുണ്ടായിരുന്ന ആളുകളെ ഉടൻ തന്നെ നീക്കം ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരവും. കാക്കനാടുള്ള ഹ്യുണ്ടായിയുടെ കാർ സർവീസ് സെൻ്ററിലെ ഏറ്റവും താഴത്തെ നിലയിലാണ് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. നിരവധി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. കാക്കനാട് ഹ്യുണ്ടായിയുടെ സർവീസ് സെന്ററിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. തീ നിലവിൽ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പക്ഷേ സ്വാഭാവികമായും മെക്കാനിക്കൽ പാർട്ടുകളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഇപ്പോഴും പുക ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റിന്റെ ആവശ്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ എത്ര നാശനഷ്ടം എന്ന് കൃത്യമായി വിലയിരുത്താൻ കഴിയും.